എൻട്രി ടിവിയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഹായ് ഓൾ, ഇപ്പോൾ നമ്മുടെ ബ്ലഡ് റിലേഷൻ്റെ തേർഡ് പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ള റിലേഷൻസോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സോ തരുവാണെങ്കിൽ എങ്ങനെയത് സോൾവ് ചെയ്ത് നമുക്ക് ഡയഗ്രാം വരച്ചിട്ട് റിലേഷനിലേക്ക് അറൈവ് ചെയ്യാമെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് നോക്കി, രണ്ടാമത്തെ ക്ലാസ്സിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കി. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ ഉപയോഗിച്ച് തന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്ന് ഡീകോഡ് ചെയ്തിട്ട് ഡയഗ്രാം വരച്ച് റിലേഷൻഷിപ്പ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if $P means P is brother of Q, P#Q means P is mother of Q, P*Q means P is daughter of Q, in A#B$C*D, who is father? അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. A#B$C*D. ഇതാണ് ഈ ഇക്വേഷനാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ തന്നിരിക്കുന്ന റിലേഷനിൽ ഫാദർ ആരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ സിമ്പിൾ എന്താണെന്ന് നമുക്കറിയില്ല അല്ലേ. ആ സിമ്പിളിൻ്റെ റിലേഷൻഷിപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? ഡോളർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. $Q എന്ന് പറഞ്ഞാൽ P ഈസ് ബ്രദർ ഓഫ് Q എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഡോളർ സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്രദർ ഓഫ് റിലേഷൻഷിപ്പാണ് അല്ലേ. ബ്രദർ ഓഫ്, ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ ആരായാലും അതിൻ്റെ അയാൾ ബ്രദർ ഓഫ് സെക്കൻഡ് പേഴ്സൺ, അങ്ങനെയാണ് റിലേഷൻ വരുന്നത്. ഓക്കെ, അടുത്തത് എന്താ നമുക്ക് തന്നിരിക്കുന്നത്? P#Q മീൻസ് P ഈസ് മദർ ഓഫ് Q. അവിടുന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാഷ് റിലേഷൻ കാണിക്കുന്നത് മദർ ഓഫ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, മദർ ഓഫ്, അതായത് ഇവിടുത്തെ പേഴ്സൺ ഇസ് ദ മദർ ഓഫ് ഇവിടെ തന്നിരിക്കുന്ന പേഴ്സൺ. ഓക്കെ, അടുത്ത എന്താ തന്നിരിക്കുന്നത്? സ്റ്റാർ എന്ന് പറയുന്നത് P*Q ഇസ് ദ ഡോട്ടർ, ദാറ്റ് മീൻസ് P ഇസ് ദ ഡോട്ടർ ഓഫ് Q. P എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ റിലേഷൻ വരുന്നത് ഡോട്ടർ ഓഫ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾസ് വന്നിരിക്കുന്നത്. ഇനി ഈ സിമ്പിൾസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിലേഷൻ സോൾവ് ചെയ്തിട്ട് ആരാണ് ഫാദർ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം. A#B എന്ന് പറയുമ്പോൾ എന്താണ്? A is mother of B എന്നായിരിക്കും ഇവിടെ വരുന്നത്. മദർ എന്ന് പറയുമ്പോൾ എയുടെ ജെൻഡർ നമുക്ക് മാർക്ക് ചെയ്യാം, എന്താണ്? മൈനസ് ആണ്. എ മദർ ആയതുകൊണ്ട് എയുടെ മുകളിലാണോ താഴെയാണോ B വരണ്ടേ? A is mother of B എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാരൻ്റ് എപ്പോഴും ചൈൽഡിനെക്കാട്ടും ഒരു ലെവൽ ഹൈ വേണം വരാൻ, അതുകൊണ്ട് A is mother of B. ഓക്കെ, അടുത്തത് തന്നിരിക്കുന്നത് $C എന്നാണ്. $C എന്ന് വരുമ്പോൾ ഡോളർ ബ്രദർ ഓഫ് റിലേഷനാണ് വരുന്നത്. B ഇവിടാണ് കിടക്കുന്നത്. B ബ്രദർ എന്ന് പറയുമ്പോൾ തന്നെ ബിയുടെ ജെൻഡർ നമുക്ക് കിട്ടി, പ്ലസ് ആണെന്ന്. ഓക്കെ, അപ്പോൾ B ഈസ് ബ്രദർ ഓഫ് C. അപ്പോൾ സിബ്ലിങ്സ് ആണെങ്കിൽ എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ലൈനിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ C. ഓക്കെ, ഇനി C*D എന്ന് പറഞ്ഞാൽ സ്റ്റാർ റിലേഷൻ വരുന്നത് ഡോട്ടർ എന്നാണ്. അപ്പോൾ C ഈസ് ഡോട്ടർ ഓഫ് D. അപ്പോൾ Cൻ്റെ മുകളിലേക്കാണോ താഴത്തേക്കാണോ D വരയ്ക്കേണ്ടത്? എഗെയിൻ C ഈസ് ഡോട്ടർ എന്ന് പറയുമ്പോൾ Cൻ്റെ പാരൻ്റ് ആയിട്ടാണ് D വരുന്നത്. അപ്പോൾ D Cയുടെ എബവ് വേണം നമ്മൾ പ്ലേസ് ചെയ്യുക. അപ്പോൾ Cയുടെ ജെൻഡർ നമുക്ക് കിട്ടി, C ഈസ് ഡോട്ടർ ഓഫ് D. ഇവിടെ നമുക്ക് ഡിയുടെ ജെൻഡർ തന്നിട്ടില്ലെങ്കിൽ നമുക്കിവിടെ അറിയാം B ആൻഡ് C ആർ സിബ്ലിങ്സ്. A എന്ന് പറയുന്നത് ഇവരുടെ മദറാണ്. അങ്ങനെയാണെങ്കിൽ ഡിയുടെ ജെൻഡർ എന്താണ്? ഒബ്വിയസ്ലി D വിൽ ബി ഫാദർ. ഓക്കെ, അപ്പോൾ ഇവിടെ ആരാണ് ഫാദർ ആയിട്ട് വരുന്നത്? D ആണ്. അപ്പോൾ D എന്നുള്ളത് ഏത് ഓപ്ഷൻ ആയിട്ടാണ് ഇവിടെ വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് A+B മീൻസ് B ഈസ് ബ്രദർ ഓഫ് A cross B means B is husband of A minus B means A is mother of B, and A%B means A is father of B. Which of the following relations show that Q is grandmother of T? Again, അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് സിമ്പിൾസ് ഉപയോഗിച്ച് അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഇക്വേഷൻസ്
ഇവിടെ തന്നിട്ടില്ല. ഇവിടെ എന്താണ് ചോദ്യം? ഒരു ഓപ്ഷൻസിലാണ് ഇക്വേഷൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ സിമ്പിൾസ് വെച്ചിട്ട് കോഡഡ് ബ്ലഡ് റിലേഷൻഷിപ്സ് രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന് മെയിൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഓപ്ഷൻസിൽ നിന്ന് ഏതാണ് ആൻസർ എന്ന് കണ്ടുപിടിക്കാൻ പറയാം. അല്ലെങ്കിൽ ഓപ്ഷൻസ് ആയിട്ട് തന്നെ ചിലപ്പോൾ നമുക്ക് എന്ത് തരും? സ്റ്റേറ്റ്മെൻറ്റ്സ് തരും. അതാണ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ ഒരു അടുത്ത ലെവലെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ ഇക്വേഷൻസും സോൾവ് ചെയ്ത് നോക്കണം. പക്ഷേ എഗെയിൻ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കോമ്പറ്റേറ്റീവ് എക്സാംസ് ആവുന്നതുകൊണ്ട് അവരവിടെ എന്തെങ്കിലും ഒരു ടിപ്പ് ഇട്ടിട്ടുണ്ടാവും നമുക്ക് എളുപ്പത്തിൽ ആൻസറിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അത് ഏറ്റവും ടൈം എടുത്ത് ചിലവർ ഇതെല്ലാം എടുത്ത് സോൾവ് ചെയ്ത് നോക്കും. ഏതെങ്കിലും ആൻസർ വരുന്നുണ്ടോ, ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് വരാൻ ചിലപ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം എടുത്ത് സോൾവ് ചെയ്ത് ഇൻഡിവിജ്വലി നോക്കണം. പക്ഷേ ആക്ച്വലി രണ്ട് ആൻസേഴ്സ് വരാമെങ്കിൽ നമ്മൾ നോക്കണം. ബട്ട് ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ഇതല്ല, അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ്സോ അല്ലെങ്കിൽ സോൾവ് ചെയ്യാനുള്ള പെട്ടെന്നുള്ള ട്രിക്സോ ഒക്കെ നമുക്ക് കിട്ടും അവിടുന്ന്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ, അതായത് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സോൾവ് ചെയ്ത് എടുക്കേണ്ടി വരുമ്പം, ഓപ്ഷൻസിൽ നിന്ന് ഇതേപോലെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എടുക്കേണ്ടി വരുമ്പം നമ്മളെപ്പോഴും ടാർഗറ്റ് എന്താണോ, നമുക്ക് എക്സ്പെക്റ്റഡ് ഫിഗർ എന്താണെന്നുള്ളൊരു ഐഡിയ നമുക്ക് എപ്പോഴും വേണം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ക്യൂ ഇസ് ദി ഗ്രാൻഡ് മദർ ഓഫ് ടി. അപ്പോൾ ഏകദേശം എക്സ്പെക്റ്റഡ് ഫിഗറിൽ എങ്ങനെയായിരിക്കും നമുക്ക് വരാവുന്നത്? ക്യൂ എന്ന് പറയുന്നത് ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ തന്നെ ക്യൂവിൻ്റെ ജെൻഡർ എന്തായിരിക്കണം? മൈനസ് ആയിരിക്കണം അല്ലേ? അപ്പോൾ ക്യൂവിൻ്റെ ജെൻഡർ മൈനസ് ആണ്. ക്യൂ ഇസ് ദി ഗ്രാൻഡ് മദർ ഓഫ് ടി എന്ന് പറയുമ്പോൾ ടീന് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ക്യൂവിനും ടീനും ഇടയ്ക്ക് ഒരു ജനറേഷൻ ഗ്യാപ്പ് വരണം അല്ലേ? ക്യൂവിന് ചിലപ്പോൾ സണ്ണാവും ഡോക്ടറാവും, അതാരാവും നമുക്ക് ഇവിടെ അറിയേണ്ട കാര്യമില്ല. ക്യൂ ഇസ് ഗ്രാൻഡ് മദർ ഓഫ് ടി. ഇങ്ങനെയായിരിക്കും നമ്മുടെ ടാർഗറ്റ് ഫിഗർ വരുന്നത്. ഓക്കെ, ഇതെല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഓരോരോ സൈൻസ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ബി ഈസ് means B is brother of A അല്ലേ? A cross B means B is husband of A. B is husband of A. A minus B means A is mother of B. A percentage B means A is father of B. ആദ്യത്തെ രണ്ടെണ്ണത്തിൽ B is brother of A, പിന്നെ B is husband of A എന്നാണ്. അത് ആദ്യം ഞാൻ വായിച്ചാൽ ഒരിത്തിരി മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആദ്യം നമുക്ക് A plus B എന്ന് പറയുമ്പോൾ B is brother of A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ A cross B എന്ന് പറയുമ്പോൾ B is husband of A. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ആദ്യത്തെ റിലേഷൻ എന്ന് പറയുന്നത് Q മൈനസ് P എന്നാണ്. Q അപ്പോൾ ഇവിടെ പ്ലസ് എന്ന് പറയുമ്പം ബ്രദർ ഓഫ് റിലേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്രോസ് എന്ന് പറയുമ്പം ഇവിടെ ഹസ്ബൻഡ് റിലേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ മൈനസ് എന്ന് പറയുമ്പോൾ മദർ ഓഫ് റിലേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് റിലേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? Q മൈനസ് P പ്ലസ് R പെർസെൻറ്റേജ് T. അപ്പം ഇവിടെ Q മൈനസ് പി എന്ന് പറയുമ്പോൾ Q ഇസ് മദർ ഓഫ് P. അപ്പോൾ എങ്ങനെ വരും ഫിഗർ? Q മദർ ഓഫ് P. അത് കഴിഞ്ഞിട്ട് P പ്ലസ് R എന്ന് പറയുമ്പോൾ Pയും പ്ലസ്, അതായത് R ഇസ് ബ്രദർ ഓഫ് P എന്ന് വരും. R ഇസ് ബ്രദർ ഓഫ് P. അത് കഴിഞ്ഞിട്ട് R പെർസെൻറ്റേജ് T എന്ന് പറയുമ്പോൾ R ഇസ് ഫാദർ ഓഫ് ടി. അപ്പോൾ ഏകദേശം ഇത് നോക്കിയേ, ക്യൂ എന്ന് പറയുന്നത് ആറിൻ്റെ മദറാണ്, ആറിൻ്റെ ചൈൽഡാണ് ടി വരുന്നത്. അപ്പോൾ ക്യൂ ഇസ് ഗ്രാൻഡ് മദർ ഓഫ് ടി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അവിടെ. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷനിൽ തന്നിരിക്കുന്ന കാര്യം ഒന്ന് നോക്കുക. P ക്രോസ് Q പെർസെൻറ്റേജ് R മൈനസ് T അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ Q പെർസെൻറ്റേജ് R എന്ന് പറയുമ്പോൾ
നമ്മളിത് ഫുള്ള് സോൾവ് ചെയ്യേണ്ട കാര്യമില്ല, ഈ സാധനം മാത്രം എടുക്കുക. Q പെർസെൻറ്റേജ് ആർ എന്ന് പറയുമ്പോൾ Q ഇസ് ഫാദർ ഓഫ് ആർ എന്നാണ് വരുന്നത്. അവിടെ Qൻ്റെ ജെൻഡർ എന്തായിട്ടാണ് നമുക്ക് കിട്ടുന്നത്? പ്ലസ് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ ടാർഗറ്റ് ഫിഗറിൽ Qൻ്റെ ജെൻഡർ എന്ത് വേണം? മൈനസ് വേണം. Q മദർ, ഗ്രാൻഡ് മദർ എന്നുള്ള രീതിയിൽ വരണമെങ്കിൽ എന്തായാലും Q മൈനസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്കിതിനെ എലിമിനേറ്റ് ചെയ്യാം. അടുത്ത കേസിലും നമ്മൾ നോക്കുവാണെങ്കിൽ അതേപോലത്തെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണാം. Q ദാറ്റ് ഇസ് P ക്രോസ് Q പെർസെൻറ്റേജ് ആർ പ്ലസ് T. അവിടെ പ്ലസ് മാത്രമേ ചേഞ്ച് ഉള്ളൂ. പക്ഷേ എഗെയിൻ Q പെർസെൻറ്റേജ് ആർ വരുന്നതുകൊണ്ട് Q ഇസ് ഫാദർ ഓഫ് ആർ എന്ന് വരും. എഗെയിൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫോർത്ത് ഓപ്ഷൻ P പ്ലസ് Q പെർസെൻറ്റേജ് ആർ മൈനസ് T. ഓക്കെ, അഗെയിൻ അവിടെ എന്താണ് വരുന്നത്? ഇൻ ബിറ്റ്വീൻ Q പെർസെൻറ്റേജ് ആർ എന്ന് പറയുമ്പോൾ Qൻ്റെ ജെൻഡർ പ്ലസ് ആവും. അപ്പോൾ അവിടെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് ഏത് മാത്രമേ പോസിബിളായിട്ട് കിട്ടിയുള്ളൂ? ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫുള്ള് ചെയ്ത് നോക്കാതെ നമ്മുടെ ടാർഗറ്റ് ഫിഗർ വരച്ചതിലൂടെ അതിൻ്റെ എക്സ്പെക്റ്റഡ് ജെൻഡറും ഇതും ഒക്കെ ഒരു ഫിഗർ സ്ട്രക്ചറും കിട്ടിയപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റി. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ ബ്ലഡ് റിലേഷൻ്റെ ക്ലാസ് അവസാനിക്കുകയാണ്. ഞാൻ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. മിക്കവാറും PSCക്ക് ഇതേപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പോയിൻറ്റിങ്, ഒരു പേഴ്സണെ പോയിൻ്റ് ചെയ്തിട്ട് റിലേഷൻ പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ, ഏതെങ്കിലും പോർഷൻ വിട്ടുപോയി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു ഡൗട്ട് സോൾവിങ് വീഡിയോ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും സെഷൻ പോലെയൊക്കെ വയ്ക്കാൻ നോക്കാം. അല്ലെങ്കിൽ അടുത്ത വീഡിയോൻ്റെ മുന്നിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.